ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്തോ വീഡിയോ ഇട്ടാണെന്ന് വെച്ചേക്കുന്നത് ഡ്രസ്റ്റും ഡ്രസ്സിൻ്റെ കുറച്ച് സീക്രറ്റ്സ് ആയിട്ടാണ്. ഇപ്പം സമ്മർ അപ്ഡേറ്റ്സ് വന്നപ്പോൾ കുറേ സീക്രറ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ആദ്യത്തെ സീക്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാണ ഇതില്ലേ, ലാണയുടെ ഉടുപ്പ് നോക്കിക്കേ. അവൾ മാറിയത് കണ്ടോ? ഉടുപ്പ് മാറിയത് കണ്ടോ? അവളുടെ സ്കേർട്ട് മാത്രം സെയിം ആണ്, ബാക്കിയുള്ളതൊക്കെ മാറിയിട്ടുണ്ട്, ഉടുപ്പ് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു കപ്പ് കേക്കിൻ്റെ ഇത് വരും. ഇത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ കപ്പ് കേക്കിൻ്റെ ഇത് വരും. പിന്നെ അടുത്ത സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഈ കയ്യിലിടുന്ന ഈ സാധനം കണ്ടോ? ഇതല്ലേ, ഇങ്ങനത്തെ അല്ലേ? അപ്പം നിങ്ങളിത് ഇവിടെ വന്നിട്ട് ഇവിടെ അപ്പം നമ്മൾ ഇട്ട സെയിം തന്നെ ഇവിടെയും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സിൻ്റെ ആൾക്കാർ ഇത് റിമൂവ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. ഇനി അടുത്ത സീക്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കളർ സാധനം കണ്ടോ? കാണത്തില്ല, ഒരു മിനിറ്റ്. ഈ ബ്ലാക്ക് കളർ സാധനം നമ്മളിങ്ങനെ ഇട്ടില്ലേ, ഇനി ഇവിടെ പോയിട്ട് നമ്മൾ ഇവിടെ തൊടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കളറിൽ പോയിട്ട് നമ്മൾ പിങ്ക് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ റെഡ് കൊടുത്തു. കാരണം എന്ത് രസമെന്നൊക്കെ, ഇങ്ങനെയൊരു നല്ല രസമുണ്ട് കാണാൻ. ഒരു മിക്സൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി കളറാണ്. പിന്നെ ഒരു മിനിറ്റ്. ഓക്കെ, ഇനി അടുത്ത സീക്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടി സാധനം ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെയർ ബാൻഡ് അങ്ങനത്തെ എന്തോ സാധനം കിട്ടും തലയിലിടുന്നത്. പിന്നെ വേറെ സീക്രറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ ബട്ടർഫ്ലൈ ഉണ്ട്. പണ്ടത്തെ നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ ആയിരുന്നു, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. പിന്നെ അടുത്ത സീക്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ വരുമ്പോൾ ഒരു ഉടുപ്പ് കണ്ടോ നിങ്ങൾ? ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടുപ്പ് വരും. ബ്ലാക്ക് കളർ സാധനം അത് ഞാൻ ഉടുപ്പ് ഇട്ടതിൻ്റെയാണ്. നല്ല ഉടുപ്പ് വരും. അടുത്ത സീക്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ VIP റൂമിൻ്റെ അടുത്ത് ഇത് കണ്ടോ, ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് കേക്ക് ഇല്ല, അതുപോലെ തന്നെ ഹോട്ട് ഡോഗിൻ്റെ ഉണ്ട്. ഇനി അടുത്ത സീക്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വരുമ്പോൾ കണ്ടോ വൈറ്റ് കളർ ഈ സീക്രറ്റ് കണ്ടോ? ഇവിടെ കുറേ സ്ഥലത്തുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഇനി അടുത്ത സീക്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുടീൻ്റെ ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഇങ്ങോട്ട് മുടിയും വേണ്ട എന്തൊക്കെ ഓക്കെ. നമ്മളിങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകുമ്പം ഈ ഹെയർ കാണത്തില്ലേ? ഈ ഹെയർ ഇവിടെ, ഈ ഹെയർ അല്ല, വേറെ ഹെയറാണ്. ഈ ഹെയർ ഗൈസ്, ഈ ഹെയർ നിങ്ങൾ ഇട്ടിട്ട് ഇതിൻ്റെ പോകുമ്പോലെ ലോകം അടിക്കുമ്പം അത്രയ്ക്ക് കണ്ടോ ലോങ് ആയതുകൊണ്ട് രസമില്ലേ? അതാണ് ഈ സീക്രറ്റ്. ഞാൻ ഇത്ര നേരം ഇട്ടുകൊണ്ടിരുന്ന മുടി ഇടട്ടെ. ഓക്കെ, ഇനി അടുത്ത സീക്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അല്ല. അടുത്ത സീക്രറ്റ് ഇവിടെ ഒന്നുമല്ല ഗൈസ്,
അല്ല, അടുത്ത സീക്രറ്റ് ഇവിടെ ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്. അടുത്ത സീക്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഗൈസ്. ഒരു സീക്രറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഉടുപ്പിൽ ടച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ പോയിട്ട് ഒൺലി ടോപ്പ് 3 ഓവർലേ എന്ന് കിട്ടണം. അപ്പോൾ അത് ഇതുപോലെ വരും ഗൈസ്. ഇനി നമ്മളിത് ഇവിടെ വന്നിട്ട് സ്വിമ്മിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടുന്ന സാധനം, എന്നിട്ട് നമ്മളിത് ഇവിടെ പോയിട്ട് സ്കിൻ ടോണിൽ പോയിട്ട് കളർ വീലിൽ കൊടുത്തിട്ട് നമുക്കിഷ്ടമുള്ള നമ്മളെ ബോഡി കളർ കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യത്തെ ഒരെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ജമ്പ് ചെയ്തിട്ട് ഇവിടെ ഈ സാധനത്ത് പ്രസ് ചെയ്തിട്ട് അതിൽ തന്നെ കൊടുക്കാം. ഇപ്പോൾ കണ്ടോ ഒരു അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇതിനകത്ത് മനസ്സിലാവത്തില്ല നമ്മൾ ആ സാധനം ഇട്ടിട്ടുണ്ടെന്ന്. കണ്ടോ സീക്രറ്റ് ഉണ്ടോ? അത്രയേ ഉള്ളൂ. ഈ മാപ്പിലുള്ള സീക്രറ്റ്സ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത സീക്രറ്റ് നമുക്ക് അടുത്ത റൂമിൽ പോവാം. അടുത്ത് നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഈ മാപ്പിലല്ല, വേറെ മാപ്പാണ് ഈ മാപ്പ്, ദ ഹൗസ്. എന്നിട്ട് നിങ്ങൾ ഇനി ഹൗസ് മാപ്പിൽ പോകണം. ഇത് ഞാൻ ഫ്രീ പ്ലേ മോഡാണ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ മാപ്പിൻ്റെ ഇതാണ്. അപ്പോൾ അതിനകത്ത് ഹൗസ് മോഡിൽ പോകണം. ഹൗസ് മോഡല്ല, ദ ഹൗസിൽ പോകണം. പിന്നെ നിങ്ങൾക്കൊരു സീക്രറ്റും കൂടി ഉണ്ട്. ഈ സ്റ്റെയർസ് നിങ്ങളിവിടെ ഇറങ്ങി വരുമ്പം ഇവിടെ കുറച്ച് പോസസ് ഒക്കെ ഉണ്ട്. കണ്ടോ ഇവിടെ കണ്ടോ? ഇവിടെ നല്ല ഫോട്ടോ പോസസ് ഒക്കെ നിങ്ങൾ നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്ഥലങ്ങളല്ലേ ഇവിടെ. ഇത് കുറേ ഉണ്ട് കേട്ടോ. കണ്ടോ അടിപൊളിയല്ലേ? ഇനി അടുത്ത സീക്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ നിങ്ങളിങ്ങനെ വരുമ്പം ഇവിടെ കണ്ടോ, നമുക്ക് ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ കുറേ പേരുണ്ടെങ്കിൽ ഇങ്ങനെ ജ്യൂസൊക്കെ എടുത്ത് കൊടുക്കുക. ഇപ്പം ഇവിടെ ആരും ഇല്ല. പിന്നെ ഇവിടെ കണ്ടോ, നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പം ഇത് കണ്ടോ, ഇങ്ങനെ പോകുമ്പോൾ അയ്യോ ഞാൻ തട്ടി, എന്തൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് നേരെ കളിക്കാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിർത്തണതാണ്. ഇതാണ് നമ്മുടെ സീക്രറ്റ്. ഇനി അടുത്ത സീക്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീക്രറ്റ് ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ കണ്ടു ഒരു പാറയ്ക്കകത്തൊരു ബ്ലൂ കളർ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ കയറണം. അപ്പോൾ കണ്ടോ ഈ സീക്രറ്റ് റൂം വരും. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ ചെയറൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ കുറേ സാധനങ്ങൾ കാണാം ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. കണ്ടോ? നമുക്ക് ഇങ്ങോട്ടേക്ക് പോയി നോക്കാം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഈ സാധനം. ഈ പോസ്റ്റർ പക്ഷേ പേടിപ്പിച്ച് കളഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു റൂം, ലൈബ്രറി, ഇതൊക്കെ ഉള്ള ബുക്സ്, പിന്നെ ഒരു ബെഡൊക്കെ ഉണ്ട്. നമ്മളിവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ പോകുമ്പോൾ ഇവിടെ കണ്ടോ ഇതിൻ്റെ അകത്തൊരു ബീച്ച് തീമിനൊക്കെയാണ് ഉള്ളത്. ഇനി അടുത്ത സീക്രറ്റ് അടുത്ത മാപ്പിലാണ്. ഇല്ല ഇവിടെ ഉണ്ട്. നമുക്കൊന്നുകൂടി ഉണ്ടാക്കാം. ഇതിൻ്റെ ഏതാ വരിയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ കണ്ടോ കുറേ ഇത് കണ്ടോ. ഇത് എവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കാം. സെറ്റിയിൽ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല.
എന്തൊക്കെ കാണിക്കണം. ഓക്കെ. പിന്നെ നമുക്കത് ഇവിടെ ഇരിക്കാം. പിന്നെ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇരിക്കാം. സീനറിയൊക്കെ കണ്ടിരിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കിച്ചണൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ മേലോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു റൂമൊക്കെ ഉണ്ട്. റൂം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കമ്പ്യൂട്ടറിൽ വർക്കൊക്കെ ചെയ്യാൻ രസമുണ്ട് ഗൈസ്. നമുക്ക് താഴോട്ട് പോകാം. എനിക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഈശ്വര. ഓക്കെ, താഴോട്ട് ഇറങ്ങി ഗൈസ്. ഇനി അടുത്ത സീക്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, അവർ ടെഡി ബെയറിനെ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരു ടെഡി ബെയർ ഉണ്ട് പോലും. അപ്പം ഞാൻ ആ ടെഡി ബെയർ കണ്ടുപിടിക്കാൻ പോവാണ്. ഇവിടെ ഒന്നുമല്ല ടെഡി ബെയർ ഇരിക്കണേ, വേറെ എവിടെ സ്ഥലത്താണ്. ഇനി ഇതിൻ്റെ മുന്നിൽ കയറിയിട്ട് ഇവിടെ ഒന്നും സീക്രറ്റ് ഇല്ല. നമ്മൾ ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെ കയറിയിട്ട് നമ്മളിങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ കാണണ്ട ഒരു ടെഡി ബെയർ ഇരിക്കണുണ്ട്, ഒരു പിങ്ക് ടെഡി ബെയർ. ഇതെന്തൊക്കെയാണ് ഗൈസ്? ഞാനൊരു സ്റ്റാബ് യൂസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അതെ കണ്ടോ ടെഡി ബെയറിന് കണ്ടോ നിങ്ങൾ? അപ്പം ഈ മാപ്പിലുള്ളത് ഇത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു സീക്രറ്റും കൂടെ ഉണ്ട് ഗൈസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സീക്രറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അകത്തേക്ക് കയറിയിട്ട് വേണം നമ്മളിങ്ങോട്ട് പോകുമ്പോൾ റെക്കോർഡിങ് സ്റ്റുഡിയോ ഉണ്ടോ, അത് നമുക്ക് അകത്തേക്ക് ഇതാണ് ഗൈസ് റെക്കോർഡിങ് സ്റ്റുഡിയോ. ഞാൻ വിചാരിച്ചില്ല റെക്കോർഡിങ് സ്റ്റുഡിയോ ആയിരിക്കുന്നു. കണ്ടോ റെക്കോർഡിങ് സ്റ്റുഡിയോ ഗൈസ്. ബാത്റൂം ഗൈസ്, ഞാനൊരു വീഡിയോക്കത് കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോഴൊന്നും റെക്കോർഡിങ് സ്റ്റുഡിയോ വരില്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ റെക്കോർഡിങ് സ്റ്റുഡിയോ വന്നു ഗൈസ്. എന്ത് രസമുണ്ട് നോക്കി. അപ്പോൾ ഞാൻ നേരത്തെ വന്നത് റെക്കോർഡിങ് സ്റ്റുഡിയോയിലായിരുന്നു. നമുക്കിവിടെ ഇരിക്കാൻ സാധ്യമില്ല. അപ്പം ഇവിടെ അങ്ങനത്തെ സീക്രട്സ് ഒന്നുമില്ല എന്നാണ്. ഇവിടെയും ഒരു വലിയൊരു ടെഡി ബെയർ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒക്കെ ഇത്ര ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത മാപ്പിലേക്ക് പോവാം. ഇനി അടുത്ത മാപ്പ് ഇല്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.